നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന നീണ്ട കാത്തിരിപ്പിന് നാളെ അറുതിയാകും. ഹൈക്കമാൻഡ് തലത്തിലുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായെന്നും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ അരമണിക്കൂർ നീണ്ട നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ അറിയിപ്പ് പുറത്തു വന്നത്. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ചില സാങ്കേതിക വശങ്ങളും ഘടകകക്ഷികളുമായിട്ടുള്ള പുനർചർച്ചകളും പരിഗണിച്ച് പ്രഖ്യാപനം ഒരു ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. നാളെ രാവിലെ 1 മണിക്ക് തിരുവനന്തപുരത്ത് നിയമസഭാകക്ഷി യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കും. എല്ലാ MLA-മാരോടും നാളെ തലസ്ഥാനത്തെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറെ കാത്തിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് AICC സെക്രട്ടറി ജയറാം രമേശ് അറിയിക്കുകയായിരുന്നു. നിയമസഭാ കക്ഷി നേതാക്കളുമായും മറ്റു നേതാക്കളുമായുള്ള എല്ലാ ചർച്ചകളും ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തീരുമാനം നാളത്തേക്ക് മാറ്റുകയായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിർണായക യോഗം പൂർത്തിയായി അരമണിക്കൂറിന് ശേഷമാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് ജയറാം രമേശ് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പ്രമുഖ നേതാക്കളെയാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. ഇവരെ 3 പേരെയും തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഫോർമുലയാകും ഹൈക്കമാൻഡ് അവതരിപ്പിക്കുക. നാളെ പ്രഖ്യാപനത്തിന് മുൻപ് ഈ 3 നേതാക്കളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ട് സംസാരിക്കും. ഇതിനിടെ ഡൽഹിയിൽ KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ കേരളത്തിലെ വിജയത്തെ സ്മരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെ ആത്മവിശ്വാസമായി വിലയിരുത്തപ്പെടുന്നു. മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, K മുരളീധരൻ എന്നിവരുടെ നിലപാടുകൾ ഈ തീരുമാനത്തിൽ നിർണായകമാകും. ജനവികാരം മാനിക്കണമെന്നും തീരുമാനം വൈകിക്കരുതെന്നും AK ആന്റണി രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ആന്റണിയുമായും കൊടിക്കുന്നിൽ സുരേഷുമായും ഫോണിൽ സംസാരിച്ച അഭിപ്രായങ്ങൾ തേടി. ഒരാളുടെയും പേര് പറഞ്ഞില്ലെന്നും പൊതുസ്ഥിതി അറിയിക്കുകയാണ് ഉണ്ടായതെന്നും ആന്റണി പ്രതികരിച്ചു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സതീശിന് വേണ്ടി നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് KC വേണുഗോപാലിനായിട്ടുള്ള നീക്കങ്ങളും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനുള്ളിലും മുന്നണിയിലും വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണം തുടങ്ങിയപ്പോഴും കേരളത്തിൽ അനിശ്ചിതത്വം തുടരുന്നത് ഭരണസ്തംഭനത്തിലേക്ക് നയിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാക്കുകയാണ്. ഇതോടെ ഘടകകക്ഷികളും അണികളും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയായിരുന്നു. ഇന്ന് വൈകിട്ടോടെ നേതാക്കളുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ അണികൾ പ്രഖ്യാപനം നീളുമെന്നറിഞ്ഞതോടെ നിരാശരായാണ് മടങ്ങിയത്. നാളെ പുറത്തുവരുന്ന ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും മുന്നണി ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തിയെന്ന് AK ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കമാൻഡ് ചർച്ചയിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു ഇരുവരുടെയും വിശദീകരണം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വത്തിനിടെ വിഷയത്തിൽ ആന്റണിയുടെ അഭിപ്രായം തേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയെന്ന് AK ആന്റണി സ്ഥിരീകരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ആരുടെയും പേര് നിർദ്ദേശിച്ചില്ലെന്നും പൊതു സാഹചര്യം മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്നും കൊടിക്കുന്നിൽ സുരേഷും പ്രതികരിച്ചു. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തെയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ വിമർശിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ ഘടകകക്ഷികൾ ഇടപെട്ടതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നാകുമെന്ന് നേരത്തെ തന്നെ ധാരണയുള്ളതാണ്. എന്നാൽ ഇന്നയാൾ വേണമെന്നും വേണ്ടെന്നും പറയാൻ ഘടകകക്ഷികൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. ഹൈക്കമാൻഡ് അഭിപ്രായം തേടുന്നതിന് മുൻപ് തന്നെ ലീഗ് അടക്കമുള്ള കക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ആര് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാകുക എന്നതായിരുന്നു ഘടകകക്ഷികളുടെ മര്യാദയെന്നും അദ്ദേഹം വിമർശിച്ചു.